कायेन मनसा वाचा भक्तिस्नेहसमन्वितम् इदं कालनैवेद्यं ददामो वयमेकथा सर्वास्तु देवता ह्येन स्वीकृत्यास्मान् गृहाश्रमीन् अनुगृह्णन्तु नो नित्यं योगक्षेमं प्रयच्छत भवेतु भक्तिस्तु सर्वेषां मङ्गलं भवेत् देशस्तु क्षोभरहितः सज्जनाः सन्तु निर्भयाः भवेत् भक्तिस्तु सर्वेषां मङ्गलं भवेत् देशस्तु क्षोभरहितः सज्जनाः सन्तु निर्भयाः सज्जनाः सन्तु निर्भयाः सज्जनाः सन्तु निर्भयाः। जय गुरु। ഭക്തജനങ്ങളെ, സമർപ്പണ ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞു. നിങ്ങളോട് മുൻപേ പറഞ്ഞിട്ടുള്ള പോലെ നിങ്ങൾക്ക് തന്നിട്ടുള്ള പുഷ്പം അതാത് ദിക്കിൽ തന്നെ നിന്നാ മതി. അടുപ്പ് തട്ടിയിടണ്ട. 3 തവണ കൈകൊണ്ട് പ്രദക്ഷിണം വെച്ച് മുമ്പിലടിച്ച് സമർപ്പിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന അടുത്ത കൊല്ലവും ഞങ്ങൾക്ക് ഈ സന്നിധിയിൽ വന്ന് ദേവിയുടെ മുമ്പിൽ പൊങ്കാല സമർപ്പണം നടത്തുന്നതിന് വേണ്ടി അനുഗ്രഹിക്കണേ അമ്മേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കുക. ഇത് കഴിഞ്ഞാൽ മഹാദീപാരാധനയാണ്. ആ ദീപാരാധന തൊഴുന്നതിന് വേണ്ടി നിങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുക. ക്യൂ ആയിട്ട് പ്രവേശിച്ച് ആ ദീപാരാധന കണ്ട് കാപ്പഴിച്ച് ദേവിക്ക് മുമ്പിൽ സമർപ്പണം നടത്തി പുറത്തു കടന്ന് നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള നിവേദ്യം നിങ്ങൾക്ക് തന്നിട്ടുള്ള കിറ്റിൽ ഭദ്രമായി ഭക്തിഭോജനം കഴിച്ച് ഭക്തിയാദരപൂർവ്വം മടങ്ങിപ്പോവുക. ഒരു അറിയിപ്പ്, ഒരു വണ്ടി നമ്പർ പറയാം. 4242 KL8 BS 4242. നേരത്തെയും അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വണ്ടി അവിടെ നിന്ന് മാറ്റണം. എന്താ വെച്ചാൽ നമുക്ക് അവിടെ വെള്ളം കഴുകാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. എത്രയും വേഗം അതിൻ്റെ അവിടെ KL8 BS 4242 ആ വണ്ടി അവിടെ നിന്ന് മാറ്റിയിടണം. എന്താ ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാനുള്ള സൗകര്യം അവിടെ ചെയ്യേണ്ടതാണ്. നേരത്തെയും അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ KL8 BS 4242 ആ വാഹനം അവിടെ നിന്ന് മാറ്റേണ്ടതാണ്. KL8 BS 4242. എല്ലാ ഭക്തജനങ്ങളും മഹാദീപാരാധന കാപ്പഴിച്ച് ദേവിയുടെ മുമ്പിൽ സമർപ്പിച്ച് നിങ്ങളുടെ സമർപ്പണത്തോടുകൂടി സമർപ്പിച്ച് തൊഴുത് നാരങ്ങവിളക്കും ദേവിക്കും അതുപോലെ തന്നെ ചിരാതിരി ധർമ്മശാസ്താവിനും തെളിയിച്ചിട്ട് വേണം ധന്യരായി മടങ്ങുന്നതിന്. താഴെ അമൃതഭോജനമുണ്ട്. ആ അമൃതഭോജനത്തിൽ പങ്കെടുത്തിട്ട് വേണം അടുത്ത കൊല്ലവും ഈ സന്നിധിയിൽ വന്ന്